എല്ലാവർക്കും ടോപ്പ് 20 PSCയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന പാഠഭാഗത്തെ വിവരാവകാശ നിയമം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒരു ഓഡിയോ ക്ലാസ്സാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നൽകുന്നത്. വിവരാവകാശ നിയമം രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം പാസാക്കാൻ പ്രേരക ശക്തിയായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്ന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് വിവരാവകാശ നിയമം പാസാക്കാൻ പ്രേരക ശക്തിയായ സംഘടന. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ സ്ഥാപിച്ചത് അരുണ റോയിയാണ് 1987. വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ രാജ്യമാണ് സ്വീഡൻ 1972. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ RTI ആക്ടിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. RTI ആക്ടിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം 2005. RTI നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15-നാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന തീയതിയാണ് 2005 ഒക്ടോബർ 12. നിയമം പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15-നും വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നുമാണ്. ടെലിഫോണിലൂടെ വിവരങ്ങൾ അന്വേഷിക്കാനുള്ള സംവിധാനം വിവരാവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ടെലിഫോണിലൂടെ വിവരങ്ങൾ അന്വേഷിക്കാനുള്ള സംവിധാനം വിവരാവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കൃത്യമായി വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. വിവരാവകാശ നിയമം 2005-ലെ ആകെ ചാപ്റ്ററുകളുടെ എണ്ണം 6. വിവരാവകാശ നിയമം 2005-ലെ ആകെ ചാപ്റ്ററുകൾ 6, ആകെ ഷെഡ്യൂളുകൾ 2, ആകെ വകുപ്പുകൾ 31. ആകെ ചാപ്റ്ററുകൾ 6, ആകെ ഷെഡ്യൂളുകൾ 2, ആകെ വകുപ്പുകൾ 31. വിവരം ലഭ്യമാക്കുന്നതിനുള്ള ഫീസിനെ സംബന്ധിക്കുന്നതാണ് അടുത്തതായി ചർച്ച ചെയ്യുന്നത്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷാ ഫീസാണ് 10 രൂപ. RTI നിയമപ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. പകർപ്പ് ആവശ്യമുള്ളത് ലഭിക്കുന്നതിന് ഒരു സാധാരണ പേജിന് A4 സൈസ് പേജിന് അടയ്ക്കേണ്ട തുകയാണ് 2 രൂപ. വിവര പരിശോധന ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യവും തുടർന്നുള്ള ഓരോ അരമണിക്കൂറിനും 10 രൂപ വീതമാണ്. വിവര പരിശോധന ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യവും തുടർന്നുള്ള ഓരോ അരമണിക്കൂറിനും 10 രൂപ വീതവുമാണ്. CD-യിൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഫീസാണ് 50 രൂപ. ഒരു CD-ക്ക് 50 രൂപയാണ് CD-യിൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഫീസ്. സമയപരിധി. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ മറുപടി നൽകേണ്ട കാലയളവാണ് 30 ദിവസം. അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി നൽകേണ്ട കാലയളവ് 35 ദിവസം. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറൽ 5 ദിവസം. കൈമാറൽ 5 ദിവസവും. അപേക്ഷ സമർപ്പിക്കുന്ന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി നൽകേണ്ട കാലയളവ് 35 ദിവസവും. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചാൽ മറുപടി നൽകേണ്ട കാലയളവ് 30 ദിവസവുമാണ്. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ മറുപടി നൽകേണ്ട കാലയളവ് 48 മണിക്കൂറിനുള്ളിലാണ്. നിയമപ്രകാരമല്ലാത്ത അപേക്ഷ നിരസിക്കാനുള്ള സമയപരിധിയാണ് 5 ദിവസം. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ അത് 40 ദിവസം. മൂന്നാം ദിവസം. ആദ്യ അപ്പീൽ നൽകേണ്ട കാലയളവ് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. രണ്ടാം അപ്പീൽ സമർപ്പിക്കുന്നതിന് വേണ്ട സമയപരിധി 90 ദിവസം. രണ്ടാം അപ്പീൽ സമർപ്പിക്കുന്നതിന് വേണ്ട സമയപരിധിയാണ് 90 ദിവസം. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായി അപ്പീൽ നൽകേണ്ടത് പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥനാണ്. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഓഫീസർ അടയ്ക്കേണ്ട പിഴയാണ് പ്രതിദിനം 250 രൂപ. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഓഫീസർ അടയ്ക്കേണ്ട പരമാവധി പിഴ തുകയാണ് 25,000 രൂപ. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒഴികെ മറ്റൊരു കോടതിക്കും RTI നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമില്ല. അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് RTI ആക്ടിന്റെ പരിധിയിലുള്ളത്. അതായത് അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ RTI ആക്ടിന്റെ പരിധിയിൽ വരുന്നുള്ളൂ. വിവരാവകാശ ഭേദഗതി നിയമം 2019.
വിവരാവകാശ ഭേദഗതി നിയമം 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട സെക്ഷനുകളാണ് സെക്ഷൻ 13, 16, 27. RTI ഭേദഗതി ബിൽ 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ്. 2019 ജൂലൈ 19 ജിതേന്ദ്ര സിംഗ് RTI ഭേദഗതി ബിൽ 2019 ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. RTI ഭേദഗതി നിയമം 2019 ലോക്സഭ പാസാക്കിയ തീയതിയാണ് 2019 ജൂലൈ 22. RTI ഭേദഗതി നിയമം 2019 രാജ്യസഭ പാസാക്കിയ തീയതിയാണ് 2019 ജൂലൈ 25. RTI ഭേദഗതി നിയമം 2019 രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതിയാണ് 2019 ആഗസ്റ്റ് 1. RTI ഭേദഗതി നിയമം 2019 പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളുടെ കാലാവധി നിർണ്ണയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നിലവിലെ കാലാവധി 3 വർഷം. RTI 2005 നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളുടെ കാലാവധിയാണ് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. RTI 2005 നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാഷ്ട്ര സുരക്ഷയെയും ഇന്ത്യയുടെ യുദ്ധതന്ത്രം, ശാസ്ത്ര സാമ്പത്തിക താൽപര്യം എന്നിവയെയും അന്തർദേശീയ സൗഹാർദ്ദ പരിപാലനത്തെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതികളുടെയും ട്രൈബ്യൂണലുകളുടെയും അവകാശ ലംഘനങ്ങൾക്ക് കാരണമാകുന്നതോ കോടതി ഉത്തരവ് വഴി പരസ്യപ്പെടുത്തുന്നത് തടഞ്ഞിരിക്കുന്നതോ ആയ വിവരങ്ങൾ, പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവയുടെ അവകാശ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ, മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനികരമായേക്കാവുന്ന വ്യാപാര രഹസ്യങ്ങൾ, സ്വത്ത്, വാണിജ്യ വിശ്വാസ്യത തുടങ്ങിയവ, പരസ്പര വിശ്വാസത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിച്ച വിവരങ്ങൾ, ഒരു വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ, കുറ്റവാളികളുടെ വിചാരണയോ അറസ്റ്റിനെയോ അന്വേഷണ പ്രക്രിയയ്ക്കോ തടസ്സം വരുത്തുന്ന വിവരങ്ങൾ, മന്ത്രിസഭാ സെക്രട്ടറിമാർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ നിരൂപണങ്ങൾ ഉൾപ്പെടുന്ന മന്ത്രിസഭാ രേഖകൾ, പൊതുതാൽപര്യ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തതും ഒരു വ്യക്തിയുടെ സ്വകാര്യത ലംഘിക്കുന്നതുമായ വിവരങ്ങൾ. ആവശ്യപ്പെട്ട വിവരങ്ങൾ ഒരു വ്യക്തിയുടെ പകർപ്പവകാശത്തിന്റെ ലംഘനമാണെങ്കിലും വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇന്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ഓഫ് ദി ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെന്റർ, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, അസം റൈഫിൾസ്, സ്പെഷ്യൽ സർവീസ് ബ്യൂറോ, സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈം ബ്രാഞ്ച്. അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ഓഫ് ദി ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെന്റർ, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, ആസം റൈഫിൾസ്, സ്പെഷ്യൽ സർവീസ് ബ്യൂറോ, സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈം ബ്രാഞ്ച് എന്നിവ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട പ്രധാന സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യമായി RTI നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച വ്യക്തിയാണ് ഷഹീദ് റാസ ബർണി. ആദ്യമായി വിവരാവകാശ അപേക്ഷ സ്വീകരിച്ച ഓഫീസാണ് പൂനെ പോലീസ് സ്റ്റേഷൻ, മഹാരാഷ്ട്ര. വിവരാവകാശ കമ്മീഷനുകളുടെ രൂപീകരണം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ പരാമർശിക്കുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 3. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനും 10-ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളുകളാണ് പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ പരാമർശിക്കുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 4. സംസ്ഥാന വിവരാവകാശ കമ്മീഷനും 10-ൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും കമ്മീഷന്മാരെയും തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങളാണ് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി.
എല്ലാവർക്കും ടോപ്പ് 20 PSCയുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.